ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു നിമിഷം അടുത്തെത്തിയാണ്. ഭയങ്കര ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ചു. അപ്പം എന്താണ് ഈ ഒരു നിമിഷത്തിന് എങ്ങനെയാണ് ഓർക്കുന്നത്? നല്ല രസമല്ല. എൻ്റെ ആദ്യത്തെ അൽദിയ, ഞങ്ങളുടെ ആദ്യത്തെ അൽദിയ ഭയങ്കര രസമുണ്ട്. നിങ്ങളെല്ലാം വന്നതിൽ സന്തോഷം. അപ്പൊ എങ്ങനെയാണ് ഒരു ഇത്രയും കാലം പ്രണയിച്ച് നടന്നതിനൊരു ഒരു അവസാനവും തുടക്കവും? അതായത് പ്രണയത്തിന്റെ അവസാനമല്ല, തുടക്കം തന്നെ ഭയങ്കര നമുക്ക് കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത് എൻ്റെ ഫാമിലി കാസർഗോഡ്, ഇവരുടെ ഫാമിലി ട്രിവാൻഡ്രത്ത് നിന്ന് വരിക. അപ്പോൾ അത് മറ്റേ ഇത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലേ? അടിപൊളിയായി. ഈ തിരുവനന്തപുരം കാസർഗോഡ് ഭയങ്കര ദൂരമല്ലേ? അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും സ്വഭാവം ഇതൊക്കെ ഇപ്പൊ എങ്ങനെ തോന്നി? സ്വഭാവം കുഴപ്പമില്ല അല്ലേ? എന്തൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വേണ്ടോ? അല്ല, നിങ്ങൾ ശരിക്കും ഒരു മാതൃകയല്ലേ രണ്ടറ്റത്തുള്ള. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട്. വന്ദേ ഭാരതൊക്കെ അല്ലേ പെട്ടെന്ന് പോയി വരാനൊക്കെ. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 3 വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. വൈറലായതല്ല, ഞാൻ ഞാൻ സംഭവം എന്താണെന്ന് അത് നമ്മളിങ്ങനെ ചെയ്തോട്ടെ വാട്ടർ ബെഡിലെന്നും പറഞ്ഞ് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഓക്കെ ബാംഗ്ലൂർ. അപ്പം നമ്മൾ ഈ മലമ്പുഴ ഡാമിൽ ഭയങ്കര വ്യൂ ആണ്. അപ്പം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഏർലി മോർണിംഗ് മറ്റേ ആ സൺലൈറ്റിനാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് ട്രൈ നോക്കിയില്ല. രാവിലെ ഡ്രസ്സ് കിട്ടുന്ന ഞാൻ അമ്മ ഷോയിലായിരുന്നു. നമ്മുടെ അങ്കമാലിയിൽ 20-ാം തീയതി ഷോ ആയിരുന്നല്ലോ. ഷോയിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് പാലക്കാട് പോകുന്നത്. അപ്പോൾ ഡ്രസ്സിന്റെ ഇതൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടില്ല. പിന്നെ എന്നെ ആൾക്കാർക്ക് അങ്ങനെ കാണാനുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും, എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാവരും ഇട്ട പ്രശ്നമാവുമെന്നൊക്കെ. എന്താണെന്നറിയോ, മഴ പെയ്തു പോയി. പക്ഷെ അത് ഭംഗിയുണ്ടായി. മഴ പെയ്തപ്പോൾ കുറച്ചും കൂടി അതാ പറഞ്ഞ ഈ സേവ് ദ ഡേറ്റ് ഒറ്റയിരിക്കലേ ഉള്ളൂ. ഇനിയൊരു സേവ് ദ ഡേറ്റ് ഇല്ലല്ലോ. പിന്നെ ഇപ്പോഴാണ് നമ്മള് ഒരു വോട്ട് എടുക്കുന്നത്. അല്ല, എനിക്കിതൊരു അതൊന്നും അതിലൊന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല. അതെ, ഞങ്ങളെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ പിന്നെ കമന്റ് ഒക്കെ പിന്നെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും നമ്മൾ ആൾക്കാർ അങ്ങനെ കാണുന്നില്ല. നിന്നോടുള്ള ഇഷ്ടം കാരണം ഇവളൊരു കുഞ്ഞായിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നില്ല. ആണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവളെ ഒരു കുഞ്ഞായിട്ട് കണ്ടിട്ട് സ്റ്റാർ മാജിക്കിലും ബാക്കിയെല്ലാം കുഞ്ഞായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവള് മറ്റേ എന്താ പറയാ ഹാഫ് സ്ലീവ് അത്രേ ഉള്ളൂ. അതിൽ ഹോട്ടൊന്നും ഇല്ല, അതിൽ ഹാഫ് സ്ലീവ്. ഈ സ്ലീവ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ലീവ്ലെസ് ആണ്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് വീട്ടിലെ കുഞ്ഞിനെ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാകും, സ്നേഹം വേണമായിരുന്നോ എന്ന് എനിക്കും തോന്നിപ്പോയി. കാരണം ഇത്ര ആൾക്കാർ പേഴ്സണൽ ആയിട്ടൊക്കെ ഒരുപാട് വരുന്നു, ന്യൂസ് ഒക്കെ ഒരുപാട് വന്നു. പിന്നെ അങ്ങനെ അങ്ങ് ലൈക്ക് വീഡിയോ റീച്ച് ആയി. പക്ഷെ അതല്ലല്ലോ, നമ്മൾ ആൾക്കാർ ഇങ്ങനെ പേഴ്സണൽ ന്യൂസ് ഒക്കെ അങ്ങനെ. നല്ല ഫോട്ടോ ആയിരുന്നു. മഴ പെയ്തപ്പോ കുറച്ചുകൂടി എന്റെ അറിവിൽ ഈ അടുത്തൊന്നും അത്രയും നല്ലൊരു സേവ് ദ ഡേറ്റ് നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും ആദ്യം കണ്ടുമുട്ടിയത് മാരീഡിൽ വെച്ചാന്ന് പറഞ്ഞു. ആദ്യം ആരായിരുന്നു പ്രണയം തുറന്നു പറഞ്ഞത്? ഞാനാണ്. അതെന്തുകൊണ്ടായിരുന്നു? ഒരാളോട് പ്രണയം തോന്നുമ്പോ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. ഒരു കാരണമല്ല. ഇല്ലോട് വന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് സെറ്റിൽ ആവാൻ നോക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുള്ള സുന്ദരിയുള്ള സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പെൺകുട്ടീനെ കണ്ടു. ഞങ്ങൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു. അപ്പോഴാണ് അറിയുന്ന പുള്ളിക്കാരി സിംഗിൾ ആണെന്ന്. പിന്നെ പ്രപ്പോസ് ചെയ്യും അല്ലേ? കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 2 ദിവസം കൂടി ഉള്ളൂ കല്യാണത്തിന്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുവരെ നടന്നത്? എന്റെ മറ്റേ സെക്കൻഡ് സാരി വരെ എത്തണേ ഉള്ളൂ. ശബരിചേട്ടന സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം എത്തണേ ഉള്ളൂ. കുറേ ടെൻഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവന്റ് ടീം നന്നായിട്ട് അവര് കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടു. നമ്മുടെ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണ്ടിട്ടും കൂടെ ഇല്ല. ഇന്നത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം 2 ചെയ്തേക്കുന്ന ഡീനായി അത് ഇന്നലെ രാത്രി എത്തിയത്. എല്ലാരും നമ്മള് നേരിട്ട് കണ്ടു പോലും ചെയ്യാണ്ട് അവര് ഡിസൈൻ ചെയ്തിട്ട് അയച്ചത്. നാളെ സെറ്റ് ചെയ്ത്. അപ്പൊ എങ്ങനെ കല്യാണത്തിന് ആൾക്കാരൊക്കെ ക്ഷണിച്ച ആൾക്കാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. ഈ ഹൽദി പ്രോഗ്രാം ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു കായൽ തീരത്താണ് നടത്തിയത്. അത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു? അങ്ങനെ അതാവുമ്പോഴേ എന്തെങ്കിലും ആടാണ്.
സുരേഷ് സാർ എന്തായാലും എന്നാണ് അറിയിച്ചത്. എൻ്റെ അറിവിൽ സുരേഷ് സാർ എന്തായാലും വരും. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് വരും. അങ്ങനെ അതെ സത്യം. ഉറപ്പായിട്ട് സാർ എന്തായാലും വരേണ്ടതാണ്. സാർ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. സാർ ഉണ്ടാവും. ബാക്കി ബാക്കി എല്ലാവരുടെയും നമുക്കും എല്ലാ കല്യാണങ്ങൾക്കും പോകാൻ പറ്റാറില്ല. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഇല്ലെങ്കിൽ കല്യാണം നടത്തിയേ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും വരും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലേ. സാർ എന്തായാലും വരും. എനിക്ക് എന്തായാലും ഉറപ്പാണ്. കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആവണം. നിങ്ങളൊക്കെ എങ്ങനെയാ? ആയിട്ടില്ല. അതിലേട്ടോ നമ്മള് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വർക്ക് ഒരു ചെറിയൊരു കല്യാണം എന്ന് പറഞ്ഞ് ബാക്കി വീണ്ടും ജോലി തുടങ്ങണം. ഹിന്ദുവിൻ്റെ പടം ഇങ്ങനെ ഉടനെ നമ്മൾ ചില പരിപാടികളൊക്കെ ഉണ്ട്. നീയാ പറയണ്ട, ഞാനല്ല. ഈ സ്ഥലം തേടി കണ്ടുപിടിച്ചാൽ ഹണിമൂണുള്ള സ്ഥലമൊക്കെ തേടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ? തേടാനൊന്നും കിട്ടിയില്ല. ഭയങ്കര എളുപ്പം. സിംഗപ്പൂർ, അത് കഴിഞ്ഞ് മാൽഡീവ്സ്. പറയണ്ടല്ലേ. അല്ല ഞങ്ങളവിടെ എത്തില്ല. മലേഷ്യ, മാൽഡീവ്സ്, ദുബായ്. വളരെ സിമ്പിൾ. അപ്പുറത്തൊക്കെ. പിന്നെ ഞങ്ങൾ എന്തായാലും UK പോകും. ഞങ്ങളുടെ എവിടെ പോയി സ്വന്തമായിട്ട് വീടും കാറും ഒക്കെ ഉള്ള കുറച്ച് പേരുണ്ട് UK പങ്കെടുക്കാനുള്ള. ചേട്ടന് ശ്രീവിദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് ചോദിച്ചാൽ പോരാ നമുക്ക്. ഈ അന്നെന്ത് ചോദിക്കുന്നു നീലക്കുയിൽ എന്ത് ചെയ്യേ ചേച്ചിയുടെ കോസ്റ്റ്യൂം എടുത്ത ശ്രീവിദ്യയില് ശ്രീവിദ്യയിൽ ഏറ്റവും കണ്ട ഒരു നല്ലൊരു കാര്യം. എല്ലാം നല്ല. അങ്ങനെ ഇതൊരു മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാം നല്ല. അപ്പൊ ഓക്കെ, എല്ലാവിധ മംഗളാശംസകളും. താങ്ക് യു ചേട്ടാ. കല്യാണത്തിനാണോ? ഓക്കെ, എല്ലാരും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടോ? അതെ. അയ്യോ എൻ്റെ അമ്മ കഴിച്ചിട്ടേ പോകുള്ളൂ. ഫോർട്ട് കൊച്ചി ഫുഡൊക്കെ നമ്മൾ കുമ്പളങ്ങി എത്തിയാൽ പിന്നെ എന്തായാലും ഫോർട്ട് കൊച്ചി കുടിക്കുന്നത്. അപ്പൊ ഫോർട്ട് കൊച്ചി ഫുഡൊക്കെ ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. 2 ദിവസം കൂടെ ഞാൻ ബാച്ചലർ ആയിട്ടിരിക്കുന്നു. ബാച്ചലർ പാർട്ടി കിട്ടാവോ? അയ്യോ ഇല്ല. താങ്ക് യു. ഓക്കെ.